ശ്രദ്ധിക്കുക, അടുപ്പവും അകൽച്ചയും, ഇതാണ് നമ്മുടെ വിഷയം. അടുത്തിരുന്ന അപ്പന്റെ ഇളയ മകൻ സ്വത്തെല്ലാം വാങ്ങിക്കൊണ്ട് ദൂരത്തേക്ക് പോയി. ദൂരത്തേക്ക് പോയ അപ്പന്റെ മകൻ എല്ലാ സമ്പത്തും എങ്ങനെ ചെലവാക്കണമോ അങ്ങനെയൊക്കെ ഇഷ്ടത്തിന് ചിലവാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരം കഴിക്കേണ്ട ഗതികേടിൽ വന്നെത്തി. അപ്പോൾ അതുപോലും കിട്ടാതെ വന്നപ്പോൾ ആ മനുഷ്യന് തോന്നിയ ഒരു ചിന്തയുണ്ട്, എൻ്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ പേർ നല്ല ആഹാരം ഭക്ഷിച്ച് ജീവിക്കുന്നു, എന്നിട്ടും എൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മടങ്ങി വന്ന ഒരു അപ്പന്റെ ഇളയ മകൻ വരാൻ വേണ്ടി അപ്പൻ ദൂരെയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ദൂരത്ത് വെച്ച് കാണുമ്പോഴേ അപ്പന്റെ ഇളയ മകനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ മകനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയ ക്രിസ്തുവിനെ കുറിച്ചായി ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. സ്നേഹിത, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ദിവസമാണ്. ചിലരുടെ മടങ്ങി വരവിന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് ഇത് പറയുന്നത്, നിങ്ങളുടെ മദ്യപിക്കുന്ന ശീലം മാറ്റിക്കൊണ്ടൊന്ന് മടങ്ങി വരണം, എങ്കിൽ കർത്താവ് നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇനിയുള്ള പാഴാക്കാതെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള